എത്തിക്കും. അയ്യോ എന്റെ ചെരുപ്പ് അമ്പലത്തിൽ കിടക്കണമ്മ. ഷൂ ഇടാതെ വണ്ടി ഓട്ടിക്കാൻ പാടില്ല. എന്റെ ചെരുപ്പ് ഞാൻ എടുക്കാൻ പറഞ്ഞു. അമ്പലത്തിൽ കിടക്കുന്നു. ഷൂ ഇടാതെ വണ്ടി ഓട്ടിക്കാൻ പാടില്ല. ഞാൻ ഓർത്തില്ല. അയ്യോ ചെരുപ്പ് എടുക്കാൻ പറഞ്ഞു. ചെരുപ്പ് അമ്പലത്തിൽ കിടക്കും. അമ്മ ചെരുപ്പ് അമ്പലത്തിൽ കിടക്കണം. ഞാൻ എന്തിട്ടോണ്ട് പോകും? ഞാൻ എടുത്തത് അതിന്റെ ബാക്കിൽ ഇട്ടിട്ടുണ്ട് വെച്ചേ. ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ നീരജ് ആവൂസ്, ഇന്ത്യൻ സീക്രട്ട് ഫുഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെങ്കിലും ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരുടെയും ഒരു സ്വപ്നം, എല്ലാ ആൾക്കാരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങുക എന്നുള്ളത്. സോ ഫൈനലി ഞാനും സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ സങ്കടപ്പെടാൻ എന്തോ ഉള്ളതെന്ന്. സങ്കടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ എൻ്റെ അതിരി കോഴി, ഈ ഒരു കാറ് വാങ്ങുന്നതിൽ ഞാൻ ഒട്ടും തന്നെ ഹാപ്പി അല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കരയണോ ചിരിക്കണോ, ഞാൻ പോയി കാറ് ചെന്ന് എടുക്കണം എന്ന് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഷോറൂമുകാരോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടാൽ മതി, അങ്ങനത്തെ ഒരു ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കാർ എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ കാറ് കിട്ടുന്നതിലുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലാതെ മൊത്തത്തിൽ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സങ്കടം തന്നെയാണ്. അപ്പം എല്ലാവരുടെയും സ്വപ്നമായ എൻ്റെയും ഇത്രയും വർഷത്തെ സ്വപ്നമായിരുന്നു സ്വന്തം അധ്വാനിച്ച പൈസയ്ക്ക് ഒരു കാറ് വാങ്ങണം, കാറ് മേടിക്കണം, അമ്മയ്ക്ക് കാറ് മേടിച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ പേരിലാണ് കാർ എടുക്കുന്നത്. എൻ്റെ അമ്മയ്ക്കാണ് ഞാൻ കാറ് കൊടുക്കുന്നത്. അതെൻ്റെ കാർ പോലെ തന്നെയല്ലേ. അപ്പം വീട്ടിൽ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ കാർ യൂസ് ചെയ്യുന്നത്, അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അച്ഛൻ ജോലിക്ക് പോകണമെങ്കിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകാനായിരിക്കും കാർ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ കാർ വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വെച്ച് നീട്ടുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണ് സങ്കടത്തിനുള്ള കാരണമെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. സോ ഗൈസ്, ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ടൈം ഇപ്പം ഏകദേശം 2:30 ആയിട്ടുണ്ട്. നമുക്കവിടെ ഒരു 4:30 ആകുമ്പോഴാണ് എത്തേണ്ടത്. ഇപ്പോഴും ഞാൻ കാറെടുക്കാൻ പോവുകയാണോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കൊരു എക്സൈറ്റ്മെന്റ്, ഒരു ക്യൂരിയോസിറ്റി ഒന്നും തന്നെ തോന്നുന്നില്ല. മെന്റലി ഒരുപാട് അങ്ങ് ഡൗൺ ആയ പോലെയാണ്. എന്തായാലും അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴും നിങ്ങൾ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും. എനിവേ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാനുള്ള ഒരു ഗെറ്റപ്പിലൊക്കെ വന്നതിന് ശേഷം നിങ്ങളോട് കഥ പറയുന്നതായിരിക്കും. അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിനെസ്സോടെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെൻ്റെ മുഖത്ത് ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്ര ചിരിക്കൊന്നും വേണ്ട, ഹാപ്പിനെസ്സോടെയോടെ നല്ല ഇതെടുക്കാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ കാറ്. ബ്ലാക്ക് കളർ സ്വിഫ്റ്റ് കാറാണ്, ZXi ആണ്, മാനുവൽ. സോ അമ്മയും നൈനുവും കൂടിയാണ് കീ മേടിച്ചതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചതും. ആ ഒരു സമയത്ത് ചിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ അമ്മയ്ക്ക് നല്ല ദേഷ്യം എൻ്റെ മുഖത്തൊക്കെ കാണാനുണ്ട്. അതെനിക്ക് പേഴ്സണലി എനിക്കറിയാൻ പറ്റും. അങ്ങനെ ഫൈനലി എനിക്ക് ആ കാർ എൻ്റെ കരങ്ങളിൽ വന്നു ചേർന്നു. വിധിച്ചതേ നടക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇതാണ് ഗൈസ്. കാരണം നമുക്ക് അതെന്തായാലും അങ്ങനെ നടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കതങ്ങനെ കിട്ടി. അപ്പം അമ്മയും നൈനും കൂടെ കീ വാങ്ങുന്ന ചടങ്ങാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ വണ്ടി ഗൈസ്. നാരങ്ങയൊക്കെ വെച്ച് ഇറക്കി മാരുതി സുസുക്കിൻ്റെ ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ ഇറക്കിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ മുന്നിലത്തെ പഴയ സ്വിഫ്റ്റിനെക്കാളും പുതിയ സ്വിഫ്റ്റിന് എന്തൊക്കെയോ ഒരു മാറ്റം വന്ന പോലെ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് പക്ഷേ എന്തോ വീണ്ടും പറയലോട്ട് ഹാപ്പിയോടെ അല്ല ഞാൻ ഈ കാർ എടുക്കുന്നത്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഓൾ. എന്തായാലും എൻ്റെ കാർ കിട്ടി. നമ്പർ ഇതുവരെ രജിസ്റ്റർ ആയിട്ടില്ല, നമ്പർ എടുക്കണം. ഒട്ടിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതാണ്. താങ്ക് യു.
ഫൈനലി നമുക്ക് കാറ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കണം. എന്നെ കാണാൻ പോകുമ്പോ ഫൈനലി കാറ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പെട്രോൾ അടിച്ചു. എന്നിട്ട് ഞങ്ങള് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് പൂജിക്കാൻ. കാരണം ഒരുപാട് പേരുടെ പ്രാക്കും ഷാപും ഒക്കെ കിട്ടിയ ഒരു വണ്ടിയാണ്. ഇവൻ ഞങ്ങളെ പോലും എന്റെ അമ്മേന്റെ പോലും. സോ പ്രാർത്ഥിച്ചിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന്. ഞാൻ എടുക്കാൻ നേരത്ത് പോലും ഞാനൊന്നും തൊഴുതില്ല. എന്റെ ദൈവമേ പ്രാർത്ഥന വരാതെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് തന്നെയാണ് പ്രാർത്ഥന. സോ നമ്മൾ പോവാണെന്ന് വെച്ചാൽ നമ്മൾ കരിക്കകം അമ്പലത്തിലാണ് പോയി. അപ്പൊ എവിടെ എന്നെ തന്നെ കാണിക്കാൻ നോക്കി. കരിക്കകം അമ്പലത്തിൽ പോയിട്ട് പൂജിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റും. ഇത്രയും ദിവസം ഞാൻ അമ്മ എന്നെ നോക്കാം, അങ്ങോട്ട് നോക്കാണ്ട് കുറച്ച് പുറകിലോട്ട് പിടി. വച്ചടി ഇനി ട്രിപ്പുകളായിരിക്കും ഗൈസ് ഞാൻ പോകുന്നത്. 20 ദിവസമേ ഉള്ളൂ എന്നൊരു സങ്കടം മാത്രം. സോ ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ കാറിൻ്റെ കഥ കേൾക്കാനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇപ്പം വീടെത്തിയതേ ഉള്ളൂ. കാറൊക്കെ മേടിച്ചു, പൂജിച്ചു, ലുലു മോളിൽ പോയി കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ വീടെത്തി. അച്ഛൻ്റെ വീട്ടിൽ വന്ന് അച്ഛൻ്റെ കേക്ക് കട്ട് ചെയ്തു, അച്ഛൻ്റെ ബർത്ത്ഡേ വിഷസ് നൽകി, അച്ഛൻ്റെ കാറ് കാണിച്ചു. അങ്ങനെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ കഥ പറയാൻ പോകുന്നത്. സോ കഥയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ 2 പാർട്ടായിട്ട് പറയാം. ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്, അതായത് ഞാൻ ഒരു 5-6 മാസത്തിന് മുന്നേ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസം ഞാൻ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത്. ബിക്കോസ് എൻ്റെ കസിൻ്റെ കല്യാണം ഏപ്രിൽ 21-നാണ്. അപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് ഇവിടെ കാർ വേണം, അമ്മയ്ക്ക് ഒരു കാർ മേടിച്ചു കൊടുക്കണം. അമ്മ ഒരുപാട് മുന്നിൽ ഞങ്ങൾക്ക് കാർ ഉണ്ടായിരുന്നു, അതോ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിറ്റത്. ഭയങ്കര ചൂട്. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാർ വാങ്ങാനൊരു പ്ലാൻ ഇട്ടായിരുന്നു. ഞങ്ങളല്ല, ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വരുന്ന സമയത്ത് കാർ മേടിച്ച് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കാർ വാങ്ങിച്ച് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്ലാനായിരുന്നു. അപ്പൊ അമ്മ എപ്പോഴും കാറിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഞാൻ വരുന്നത് സർപ്രൈസ്, ഞാൻ വരുന്ന അടുത്ത ദിവസം നമുക്ക് പോയി കാർ വാങ്ങാം, അതും സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ എന്തൊക്കെയൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു ഞാൻ. സോ ഡിസംബർ മാസം തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ കാറിനെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി. അമ്മയ്ക്ക് ഇഷ്ടം വാഗണറാണ്. വാഗണർ ആകുമ്പോഴത്തേക്കും വാഗണർ ഓട്ടോമാറ്റിക് കാർ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വാഗണറും സ്വിഫ്റ്റും എല്ലാം ഒരേ പ്രൈസ് ആണ്, പിന്നെ എന്തുകൊണ്ട് വാഗണർ കാർ നല്ലത് സ്വിഫ്റ്റ് ആണ്, അപ്പോൾ സ്വിഫ്റ്റ് ബുക്ക് ചെയ്യാമെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഓപ്ഷൻ കേട്ടതിന് ശേഷം ഞാൻ പിന്നെ സ്വിഫ്റ്റിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത്. സോ അങ്ങനെ എൻ്റെ ഫ്രണ്ട് ത്രൂ ആറ്റിങ്ങിലുള്ള ഒരു ഷോറൂമിൽ ഞാൻ സ്വിഫ്റ്റ് ZXi ന്യൂ മോഡൽ 2024 ഓട്ടോമാറ്റിക് കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഓട്ടോമാറ്റിക്കാണ് വേണ്ടത്, എനിക്ക് കാർ ഇങ്ങനത്തെ കാറാണ് വേണ്ടത്, എനിക്ക് ഫ്രണ്ടിൽ മാപ്പ് ഉണ്ടായിരിക്കണം, സെൻസർ ഉണ്ടായിരിക്കണം, ക്യാമറ ഉണ്ടായിരിക്കണം, എല്ലാം എനിക്ക് എന്തൊക്കെയാണോ ആവശ്യം, നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, ഈ സംഭവങ്ങളാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ് അവസാനം കാർ ഓക്കെ. ജനുവരി ആയപ്പോൾ ഞാൻ അഡ്വാൻസ് കൊടുത്തു, 2 lakhs അഡ്വാൻസ് കൊടുത്തു. അടുത്ത ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയപ്പം കാർ ഷോറൂമിൽ എത്തി. എത്തിയപ്പോൾ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. ഞാൻ പറഞ്ഞാൽ കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ ആ ഫോട്ടോ എൻ്റെ വേറെ ഫ്രണ്ട്സിനെ കാണിച്ചു, കൊള്ളാം. അപ്പോൾ അതിലൊരു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നീ ഏത് കാറാണ് ബുക്ക് ചെയ്തത്? ഞാൻ സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക്. ഇത് സ്വിഫ്റ്റ് ആണ്, ZXi ആണ്, ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ അല്ല, സ്വിഫ്റ്റ് ആണ്, ZXi ആണ്, പക്ഷെ ഓട്ടോമാറ്റിക് അല്ല. ഞാൻ ഓട്ടോമാറ്റിക് അല്ലേ, ഇത് മാനുവൽ ആണ്. അതെ മാനുവൽ ആണ്, ഇത് മാനുവൽ കാറാണ് ബുക്ക് ചെയ്തത്. സോ ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്ക്ഡ് ആയിപ്പോയി. എന്നിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു എടാ എന്തുവാടാ നീ കാണിക്കുന്നത്, ഇത് ഓട്ടോമാറ്റിക് അല്ലേ, ഇത് മാനുവൽ അല്ലേ, ഞാൻ ബുക്ക് ചെയ്തത് ഓട്ടോമാറ്റിക് അല്ലേ. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഷോറൂമിൽ വിളിച്ചു കുറച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അവർ ഫില്ല് ചെയ്യുന്ന അവർ മാനുവലാണ് വേണമെന്ന് വിചാരിച്ചാണ് ഫില്ല് ചെയ്തത്, ഓട്ടോമാറ്റിക് ആണെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്നവർ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട്
ടെൻസ്ഡ് ആയി. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പറഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും അറിയണ്ട, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ കാറ് കിട്ടിയിരിക്കണം, ഓട്ടോമാറ്റിക് തന്നെ കിട്ടിയിരിക്കണം, ബ്ലാക്ക് കളർ പുതിയ സ്വിഫ്റ്റ് കിട്ടിയിരിക്കണം. അങ്ങനെ ഫെബ്രുവരി 16 ആയപ്പോഴത്തേക്കും പ്രശ്നം തുടങ്ങി. ഫെബ്രുവരി 6 മുതൽ ഷോറൂമിൽ കാറ് വന്ന് കിടക്കുവാണ്. ഫെബ്രുവരി 16 ആയപ്പോൾ പ്രശ്നം തുടങ്ങി. അങ്ങനെ എന്തായാലും എനിക്ക് ഉറപ്പായി മാർച്ച് 15 എന്നിട്ടും എൻ്റെ കാറിൻ്റെ കാര്യത്തിൽ ഒന്നും, കാരണം ബിക്കോസ് അവർ TP ഓൾറെഡി ചെയ്തായിരുന്നു. TP ചെയ്ത കാറ് അതിന് മാറ്റണമെങ്കിൽ TP ക്യാൻസൽ ചെയ്യണം, ഇത് ഷോറൂമിൽ തിരിച്ച് കാറ് ബാക്ക് അയക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോകണം. നമ്പർ വരെ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഒരു സമയത്താണ് ഞങ്ങളൊരു പ്രശ്നങ്ങളെ കുറിച്ച് മെന്റലി എനിക്ക് ഒരുപാട് പ്രശ്നമായി. ഞാൻ വിചാരിച്ചു, എന്നിട്ട് എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ വരുമ്പോഴത്തേക്കും വേറൊരു കാർ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്നു. എനിവേ മാർച്ച് 15 ഞാൻ നാട്ടിലെത്തി. TP ക്യാൻസൽ ആയില്ല, എനിക്ക് കാറ് കിട്ടിയില്ല. ഷോറൂമുകാർ ദിവസവും RTO ഓഫീസിൽ പോകുന്നു. അവസാനം എൻ്റെ അമ്മ എല്ലാം അറിഞ്ഞു. എൻ്റെ അമ്മ അറിഞ്ഞു കാറ് കിട്ടാനൊന്നും പോകുന്നില്ല, കാർ ഇങ്ങനെ പ്രശ്നത്തിലാണെന്ന്. അമ്മ RTO ഓഫീസിൽ പോയി സൈൻ ചെയ്ത് എന്തൊക്കെയോ കൊടുത്തു TP ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ ഷോറൂമുകാർ പോയി സൈൻ ചെയ്ത് കൊടുത്തു. അവസാനം ആയപ്പോഴത്തേക്കും ഷോറൂമുകാർ ഒരുപാട് എന്നോട് പറഞ്ഞു, മാഡം ഈ കാർ എടുക്ക്, അവർക്ക് ഒരുപാട് നഷ്ടം വരും, ഒരുപാട് നഷ്ടം വരും. അപ്പം ഞങ്ങൾക്കത് ബോധപ്പെടേണ്ട ആവശ്യമില്ല, ബിക്കോസ് അവരുടെ ഭാഗത്താണ് തെറ്റ്. അങ്ങനെ മാർച്ച് 15 ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ ഫസ്റ്റ് വിട്ടത് ഷോറൂമിലേക്കാണ് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി. കാര്യം സംസാരിക്കാൻ ഞാൻ വഴക്കുണ്ടാക്കണം, നല്ല രണ്ട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ആ തെറ്റ് ചെയ്ത് ചേട്ടൻ്റെ മുഖം കണ്ടിട്ട് എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ ചേട്ടൻ 20 years ആയിട്ട് ആ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫോട്ടോ വരുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് മിസ്റ്റേക്ക് വേണമെങ്കിലും പറ്റാം. അത് ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകരാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കേസും വീഡിയോസും അങ്ങനെ രീതിയിലൊന്നും പോകണ്ട. അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സോൾവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിന് ക്ഷമിച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു. ഞാൻ പോകാൻ ഇനി 10-15 ദിവസം 20 ദിവസം കൂടി ഉള്ളൂ. എന്നിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചാമുണ്ടേശ്വരി ക്ഷേത്രം കരിക്കുളം അമ്പലത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ പൂജിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂജിക്കുന്ന കാര്യങ്ങളകത്ത് നമ്മൾ റെസിപ്റ്റ് എഴുതി കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ പുറത്ത് കാറ് കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എന്തായാലും പോകണം. സോ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെയും പേരിലൊക്കെ അർച്ചന എടുത്തു. എൻ്റെ പേരിലൊരു ശത്രുസംഹാര പൂജയും നടത്തി കാറിൽ പൂജിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വേറൊരു വണ്ടിയും കൂടി പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് പോറ്റി. അപ്പം നമ്മുടെ വണ്ടി അപ്പുറത്ത് കിടക്കുവാണ്. അപ്പം പോറ്റി ഇങ്ങനെ കൊടുക്കുവാണ്.
സോ ഗായ്സ്, വണ്ടിയൊക്കെ എടുത്തു, വണ്ടിയൊക്കെ പൂജിച്ചു. ഞങ്ങളിപ്പോൾ അച്ഛന് ബർത്ത്ഡേ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. നല്ല ബ്ലോക്ക് ഉണ്ട് കഴക്കൂട്ടത്ത്. അപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ കേക്കും മേടിച്ച് പ്രോബബ്ലി ലുലു മോളിൽ കയറി എന്തെങ്കിലും സാധനം മേടിക്കും. ഇത് ഇതുവരെ ഫിക്സ്ഡ് ആയിട്ടില്ല. എന്നിട്ട് നല്ല അടിപൊളി ഗ്രാൻഡ് ഫുഡും കഴിച്ചതിന് ശേഷം വീട്ടിൽ പോവുക എന്നുള്ളതാണ്. സോ അപ്പം കാറ് ഫൈനലി നമ്മുടെ കയ്യിലെത്തി കഴിഞ്ഞു. പക്ഷേ എന്താ പറയുക, ലൈക്ക് മാർച്ച് കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സൊന്ന് അലിഞ്ഞിരുന്നെങ്കിൽ മാർച്ച് 16 തീയതി മുതൽ ഈ കാർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നേനെ. പക്ഷെ വാശി, ഈഗോ സംഭവം എല്ലാം കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് അവരെ പാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ വാശി, ഈഗോ എല്ലാം കൂടി ചേർത്തിട്ട് ടോട്ടലി നമ്മൾ അങ്ങ് എന്താ പറയാ, വേണ്ട അങ്ങനത്തെ ഒരു രീതി ആയിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഏകദേശം കഴക്കൂട്ടം എത്തി. കഴക്കൂട്ടത്ത് ഞങ്ങള് ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നല്ല ബ്ലോക്ക് ഉണ്ട്. എന്താ ഈ ഒരു സമയത്ത് ഇത്രയും ബ്ലോക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ഒരു സൈഡ് ഫ്രീ ആണ്, ഇങ്ങോട്ട് പോകുന്നത് ഈ ഒരു സൈഡിലാണ് നമ്മൾ പോകുന്നത്. അത് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ കാറിന്റെ കഥ എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും. കാറിന്റെ കഥ വരും. കാറിന്റെ കഥ ഫുള്ളും പറയും. പിന്നെ ഈ കാറ് ഇപ്പൊ എടുക്കാൻ ഏറ്റവും കാരണം എന്റെ അമ്മ തന്നെയാണ്. കാരണം കാറേ വേണ്ട, ഇനി കാർ എടുക്കുന്നില്ല, ഇനി വീണ്ടും UK പോയിട്ട് അടുത്ത ഇനി 3-4 വർഷം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫുൾ എമൗണ്ട് എടുത്ത് കാർ എടുക്കാം എന്നായിരുന്നു എൻ്റെ ഒരു തീരുമാനം, അഭിപ്രായം. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പല സമയത്തും കാറ് വേണ്ടി വന്ന സാഹചര്യത്തില് അമ്മ പലരിടത്തും പോയി ചോദിച്ച് കാറ് തരുമെന്ന്. ആ ഒരു സമയത്ത് അവരുടെ പ്രതികരണം ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഇന്നലെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അത് വേണ്ട, പലരും പ്രതികരണം ഭയങ്കര മോശമായിരുന്നു. 1-2 പേരുടെ പ്രതികരണം ഭയങ്കര മോശമായിരുന്നു. ചിലര് കാർ ഉണ്ടായിട്ട് മനഃപൂർവ്വം, അതിപ്പം നമ്മളാണെങ്കിലും ഇപ്പൊ എന്റെ ഈ പുതിയ കാർ നാളെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷെ എന്റെ ഒരു സാഹചര്യത്തിൽ എനിക്കത് കിട്ടിയില്ല. അപ്പം അമ്മ ഈ വിഷമമൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇന്നലെ ഞാൻ 2-3 ദിവസം മുന്നേ ഞാൻ പറഞ്ഞ കാർ വാങ്ങുന്നില്ല, ഫിക്സ് ആക്കി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ എന്തെങ്കിലും കൊണ്ടുപോയി പണം വെച്ചിട്ട് കാർ വാങ്ങാൻ പോകണം, എനിക്കൊരു കാർ ഇപ്പം വേണം, ഒരുപാട് പേര് മുന്നിൽ ഞാൻ നാണം കിട്ടു, അതാണ് ഇതാന്ന് പറഞ്ഞ് കഥകളൊക്കെ വരാൻ തുടങ്ങിയത്. കഥകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ആയിക്കോട്ടെ, മാനുവലെങ്കിൽ മാനുവൽ, ഇപ്പൊ ഓട്ടിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലോ, മാനുവലെങ്കിൽ മാനുവൽ എടുത്തിട്ട് എല്ലാവർക്കും സന്തോഷം തരുന്ന രീതിയിൽ ഓട്ടിച്ചു കൊണ്ടുപോവാം എന്ന് വിചാരിച്ചാണ് ഇപ്പം ഫൈനലി ഈ കാർ എടുത്തേക്കുന്നത്. ഒബ്വിയസ്ലി അമ്മ തന്നെയാണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാറ് ബുക്ക് ചെയ്തത്. സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് കാറ് ബുക്ക് ചെയ്തത് അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പം ഈ ഒരു തീരുമാനവും അമ്മയ്ക്ക് ഓട്ടിക്കാൻ പറ്റുന്ന നല്ല കാർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അമ്മ ഷി വിൽ ഡു, ഐ നോ ദാറ്റ്. അപ്പം പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾ വീണ്ടും ക്യൂരിയോസിറ്റിയിൽ കാത്തിരിക്കാം. പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. നല്ലൊരു ലൈറ്റ് ആംബിയൻസ് ഒക്കെ വന്നിട്ട് ഞാൻ എന്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ. സോ അങ്ങനെയാണ് നമ്മളെ വിശദ വിവരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ബാഗിലെത്തി. അയ്യോ, എന്റെ ചെരുപ്പ് അമ്പലത്തിൽ കിടക്കണമ്മോ. ഷൂ ഇടാതെ വണ്ടി ഓട്ടിക്കാൻ പാടില്ല. എന്റെ ചെരുപ്പ് ഞാൻ എടുക്കാൻ പറഞ്ഞു, അമ്പലത്തിൽ കിടക്കുന്നു. ഷൂ ഇടാതെ വണ്ടി ഓട്ടിക്കാൻ പാടില്ല. ഞാൻ ഓർത്തില്ല. അയ്യോ, ചെരുപ്പ് എടുക്കാൻ പറഞ്ഞു. ചെരുപ്പ് അമ്പലത്തിൽ കിടക്കും. ചെരുപ്പ് അമ്പലത്തിൽ കിടക്കുന്നു. ഞാൻ എന്തിട്ടോണ്ട് പോകും? ഞാൻ എടുത്തത് അതിന്റെ ബാക്കിൽ ഇട്ടിട്ടുണ്ട് വെച്ചേ. എന്റെ അമ്മയുടെ ഹൃദയമാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സോ കാർക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന തെറ്റാണ് ഗൈസ്. കാരണം ഇവിടെ ഇത്രയും പേരേ ഉള്ളൂ, ഇത്രയുള്ള തിരക്കൊന്നുമില്ല. ആണ് ഞാൻ എങ്ങനെയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഗൈസ്. സോ കാർ പാർക്ക് ചെയ്തിട്ട്
കൊണ്ടിരിക്കുവാണ്. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ലുലു മോളിലെത്തി. ലുലു മോളിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെയോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കാർ ലോക്കാണ് അല്ലേ? കാർ ലോക്കാണ്. കാരണം എൻ്റെ കാറാണ് വേസ്ക്കണം. ഇതുവരെ പറഞ്ഞു കിട്ടി. കാർ എടുക്കാൻ പറ്റുന്നില്ല, TP ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി മാസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോയി. ഞാൻ പോകാൻ ഇനി പകുതി ദിവസം കൂടെ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ വേറൊരു കാർ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു വേറൊരു ഷോറൂമിൽ ചെന്നിട്ട് വാഗണർ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വാഗണർ തന്നെ അഡ്വാൻസ് കൊടുത്തു ബുക്ക് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും അടുത്ത പ്രശ്നം, ഇതിന്റെ TP ക്യാൻസൽ ചെയ്യാണ്ട് ഈ ഒരു കാർ അമ്മയുടെ പേരിൽ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഷോറൂംമാരെന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്റെ കൺട്രോൾ എല്ലാം പോയി. എനിക്ക് പിന്നെ എന്റെ നിലപാട് തന്നെ എനിക്ക് മാറിപ്പോയി. എനിക്ക് പറഞ്ഞു എത്തിക്കെന്ന് പറയണ്ട, എനിക്ക് കാർ വേണ്ട, TP ക്യാൻസൽ ചെയ്ത് എനിക്ക് ഫുൾ എമൗണ്ട് എന്റെ അക്കൗണ്ടിൽ വന്നിരിക്കും. ബിക്കോസ് ലണ്ടനിൽ നിന്ന് ഞാൻ നാട്ടിൽ വന്ന 10 ദിവസം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു, അവരെ കാറിൽ ഞാൻ പോയി അടിച്ചു പൊളിച്ചു. എന്റെ വീട്ടിൽ എന്റെ അമ്മയുടെ ഞാൻ അടിച്ചു പൊളിച്ചു. അതിന് ശേഷം ഞാൻ 2 ആഴ്ച എന്റെ വീടിന്റെ പുറത്ത് ഞാൻ ഇറങ്ങിയിട്ടില്ല. ബിക്കോസ് എനിക്ക് പോകാനൊരു വണ്ടിയില്ല. ഞാൻ വരുമ്പോൾ എന്റെ ആവശ്യത്തിന് കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വണ്ടി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്. അവസാനം എനിക്ക് പോകാൻ വണ്ടിയില്ല, കാറില്ല, ഒന്നുമില്ല. ഞാൻ ഓൾറെഡി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ തീരുമാനിച്ചു എനിക്കിനി കാർ വേണ്ട. ഇനിയിപ്പോൾ 10-15 ദിവസം കൊണ്ടുള്ള എനിക്കിനി കാർ കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. എനിക്കിനി കാർ വേണ്ട. ആൻഡ് ഞാൻ ഇനി പോയിട്ട് വന്ന് ഇനി എന്തെങ്കിലും എത്രയെങ്കിലും വർഷം കഴിഞ്ഞാൽ ഞാൻ ഇനി തിരിച്ചു വരുവാണെങ്കിൽ ആ സമയത്ത് ഫുൾ എമൗണ്ട് കൊടുത്ത് നമുക്കൊരു കാർ വാങ്ങും. ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരത്തില്ലല്ലോ. ഇവർ TP ക്യാൻസൽ ചെയ്ത് ഫുൾ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരട്ടെ എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. തീരുമാനത്തിലെത്തിയപ്പോഴും TP ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി TP ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അടിച്ച റോഡ് ടാക്സ് 1 lakh rupees തിരിച്ച് കിട്ടത്തില്ല. അത് ഷോറൂമിൽ ഈ മിസ്റ്റേക്ക് ചെയ്ത ആളുടെ കയ്യിൽ നിന്ന് പോകും. ബാക്കി പൈസ 1 lakh മാത്രം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കത് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കൊടുത്ത 2 lakhs അഡ്വാൻസ് നമ്മുടെ കയ്യിൽ തിരിച്ച് കിട്ടിയിരിക്കണം. അങ്ങനെ മൊത്തവും പ്രശ്നം പ്രശ്നം പ്രശ്നം, എവിടെ തിരിഞ്ഞാലും പ്രശ്നം. പുതിയ കാർ ബുക്ക് ചെയ്യാൻ പോയാലും പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നം. ഈ ഒരു കാർ ഞങ്ങളുടെ മനസ്സിൽ നിന്നേ പോയി. ഈ ഒരു സ്വിഫ്റ്റ് കാർ ഞങ്ങളുടെ മനസ്സിലില്ല. എന്തോ വരട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിന്നത്. ഫൈനലി എന്തൊക്കെയൊക്കെ ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ ശരി കാർ എടുക്കാമെന്നല്ല, അവസാനം ഈ ഒരു 1 lakh rupees നഷ്ടമാവുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് കുറേ പേരെടുത്ത് ചെന്ന് കാർ തരൂ, ഒരു ദിവസം ഒന്ന് ഇവിടെ പോകാനാണ് അവിടെ പോകാനെന്ന് വെച്ചാൽ ഈ കാറിലത്തെ എനിക്ക് ഷൂട്ടൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് കാർ വേണം. മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് സ്കൂട്ടിയിലൊക്കെ പോയി അവിടെ ചിലപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിയും. അങ്ങനെ എൻ്റെ അമ്മ 2-3 ഇടച്ച് ചോദിച്ചപ്പോൾ അവർ മുഖത്തടിച്ച് പോലെ തന്നെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചു വിട്ടു. ആ ഒരു വിഷമം എൻ്റെ അമ്മ ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ വിഷമമായിരുന്നു, ഞാൻ എൻ്റെ എന്തെങ്കിലും സ്വർണ്ണം പണം എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഞാൻ പുതിയ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് നല്ല വിഷമമായി, എനിക്ക് നല്ല ഈഗോ ഹേർട്ടായി. ഞാൻ വെച്ചാൽ ശരി മാനുവൽ ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ, ഈ ഒരു ചെറിയൊരു ഈഗോ പ്രോബ്ലം അല്ലേ. പിന്നെ മനസ്സിന് ഫുള്ളും ഒരു ഓട്ടോമാറ്റിക് കാറാണ്, ഇത്രയും ലക്ഷം രൂപ ചെലവാക്കുന്നില്ലേ. അപ്പം ഒരു ഓട്ടോമാറ്റിക് കാർ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് അമ്മയ്ക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയി വരായിരുന്നു എന്നായിരുന്നു എൻ്റെ മനസ്സ് ഫുള്ളും. പിന്നെ ഞാൻ അങ്ങ് തീരുമാനിച്ചു ശരി ഓക്കെ എന്തോ വരട്ടെ ഈ കാർ തന്നെ എടുക്കാം. അതാകുമ്പം ആ ഷോറൂമിൽ അവനും ഒരു കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്, അവർക്കും പ്രശ്നമില്ല. അതാണ് അങ്ങനെ വീണ്ടും അവർ വിളിച്ചു പറഞ്ഞു മാഡം 2 ഓപ്ഷൻ തരാം. ഒന്ന് TP ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർ എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാർ മേടിച്ചില്ലെങ്കിലും ഈ ഒരു കാർ സെക്കൻഡ് ഹാൻഡ് വരയ്ക്ക് ഞങ്ങൾക്ക് ഇനി വിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കാറിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു ശരി ഓക്കെ നല്ലൊരു ഓഫറാണ്, കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓക്കെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആയിക്കോ, കാർ എടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ നാളത്തെ ദിവസം എനിക്ക് കാർ കിട്ടണം, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കാർ വേണ്ട എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. അങ്ങനെ ഷോറൂമിൽ വിളിച്ചു പറഞ്ഞു നാളെ നിങ്ങൾക്ക് വന്ന് കാർ എടുക്കാമെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും അമ്മയും കൂടി കാർ എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെന്ന് പൂജിച്ച് എടുക്കണം എന്നൊന്നും എനിക്കൊരു ആഗ്രഹമില്ല, എൻ്റെ വീട്ടിൻ്റെ നടയിൽ കാർ കൊണ്ട് ഇട്ടിരുന്നാൽ മതി, ഞങ്ങളത് സൗകര്യം പോലെ എടുത്തുകൊണ്ടുപോയി പൂജിച്ചോളാം. കാരണം ഒത്തിരി പേരുടെ പ്രാക്കുള്ള ഒരു കാറാണ്. അപ്പോഴത്തേക്ക് അവരൊരു ഷോറൂമുകാർക്ക്
അങ്ങനെ റൂൾസ് എന്തോ അങ്ങനെയില്ല. മാത്രമല്ല സർവീസ് ടീമാണ് വീട്ടിൽ കൊണ്ടുതരുന്നത്. അവർക്ക് ആരും ഒഴിവല്ല ആ ദിവസം, അതായത് ഇന്ന് ആരും ഒഴിവല്ല, അതുകൊണ്ട് വന്നെടുക്കാം. പിന്നെ വിചാരിച്ചപ്പോൾ പുതിയ കാർ പൂജിക്കാനാണെങ്കിലും താക്കോല് കൈമാറുന്നതാണെങ്കിലും എൻ്റെ പ്രതീക്ഷകളൊക്കെ വളരെ വലുതായിരുന്നു. ബിക്കോസ് സാധാ വണ്ടി എടുക്കുമ്പോൾ സ്കൂട്ടി ആണെങ്കിലും ബൈക്കാണെങ്കിലും ചെറിയ കാറായിക്കോട്ടെ, കാറൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് റീൽസ് ഒക്കെ ചെയ്യണം. എന്നുവെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി നമ്മളെ കൊണ്ട് പറ്റും എന്ന് മറ്റുള്ളവരെ തെളിയിക്കണം, മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റം പറഞ്ഞവർക്ക് തന്നെ അത് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം എനിക്കറിയില്ല. കാരണം കുഴപ്പമില്ല, അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നല്ല രീതിയിലല്ല അവസാനിച്ചു. കാറ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. മാനുവലാണ്, കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു സങ്കടം നല്ലോണം എല്ലാവരുടെ മനസ്സിലുണ്ട്. ബിക്കോസ് ഇത്രയും ദിവസമായി ഞാൻ 2 ആഴ്ച ഒരു പണിയില്ലാതെ എൻ്റെ വീട്ടിലിരുന്നു. ഞാൻ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യേണ്ട ഞാനാണ്. ഫുഡ് വ്ലോഗിങ് വരെ എനിക്കുണ്ടായിരുന്നു. ചൂട് മേലും കാരണം വണ്ടിയിൽ പോകാൻ മടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന ദിവസങ്ങളുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ കാറുണ്ട്. ഇനി എനിക്ക് സമയമില്ല, കാരണം എൻ്റെ കസിൻ്റെ കല്യാണത്തിനാണ് ഞാൻ വന്നത്. ഈ വീക്കും നെക്സ്റ്റ് വീക്കും എൻ്റെ കസിൻ്റെ കല്യാണ തിരക്കുകളായിരിക്കും. അപ്പം ഞാൻ തന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി ഇപ്പോഴും ഞാൻ ഒട്ടും ഓക്കെ അല്ല. വേണമായിരുന്നു എന്നായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഓക്കെ ആയതുകൊണ്ട്, കാരണം ഈ ഒരു കാർ എടുത്തതിന് ശേഷം എൻ്റെ അമ്മ എൻ്റെ അടുത്തിരുന്ന് ഞാൻ ഒരുപാട് പേര് കോൾ വിളിച്ചു. എൻ്റെ മോള് കാർ എടുത്തു, എനിക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ മോള് ആ കാർ UK ബുക്ക് ചെയ്തതാണ്, അതിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ കാറ് കിട്ടി, പുതിയ കാറാണ്, സ്വിഫ്റ്റാണ്, പെട്രോളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അമ്മ ഷി വാസ് സോ ഹാപ്പി. അച്ഛനാണെങ്കിലും സോ ഹാപ്പി. അപ്പൊ അച്ഛൻ ചോദിക്കുന്നത് ഇപ്പൊ കാറിന്റെ ആവശ്യമുണ്ടോ, ഞാൻ പോയാൽ അമ്മ അങ്ങനെ ഓട്ടിക്കോ ഇല്ലേ എന്ന് അച്ഛൻ ഒരു ഡൗട്ട്. പക്ഷെ അമ്മ ഷി വിൽ ഡു, എനിക്കറിയാം ഷി വിൽ ഡു. അപ്പം ഇതാണ് എൻ്റെ കാറിന്റെ പുറകിലുള്ള ഫ്ലാഷ് ബാക്ക്. ഇതുകൊണ്ടാണ് ഞാൻ കാർ എടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിച്ച് സങ്കടപ്പെട്ടിരുന്നത്. കാരണം ഞാൻ UK ഇങ്ങനെ ഒരു കാർ ബുക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പ്രശ്നമൊക്കെ നടന്ന സമയത്ത് അമ്മ തന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു, എൻ്റെ മോളിങ്ങനെ സർപ്രൈസ് ആയിട്ട് കാർ ബുക്ക് ചെയ്ത് തരാൻ പോവാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും എന്നോട് ചോദിക്കുന്നത് കാർ വാങ്ങുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണ്. അപ്പം എല്ലാവരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണ്, ഓട്ടോമാറ്റിക് ബുക്ക് ചെയ്തിട്ട് മാനുവൽ വന്നെന്നൊക്കെ എല്ലാവരും ചുമ്മാ കള്ളം പറയുന്നതാണെന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും, ഇതെൻ്റെ സ്വന്തം കാറാണ്. ഈ കാറ് ഞാൻ 3 മാസത്തിന് മുന്നിൽ ബുക്ക് ചെയ്ത് ആറ്റിങ്ങൽ ഷോറൂമിൽ വന്ന് കടന്നതാണ്. ഇത് ഇന്നാണ് ഞാൻ കൈകൊള്ളുന്നത്. അതായത് ഇന്ന് ഏപ്രിൽ 11 ഞാൻ എൻ്റെ കാർ കൈകൊള്ളുന്നത്. ഏപ്രിൽ 10-11 എൻ്റെ കാർ ഞാൻ കൈകൊള്ളുന്നത്. ഐ വാസ് സോ ഹാപ്പി. ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ നല്ല രീതിയിലൊരു കനൽ മനസ്സിൽ കിടപ്പുണ്ട്. ഇപ്പോഴും ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അമ്മ ഹാപ്പിയാണ്, കുഴപ്പമില്ല. ഇനിയും എത്രയെങ്കിലും വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ഓട്ടിക്കാനുള്ളൊരു കാറല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും സോ ഹാപ്പി. സോ ഗൈസ്, ഇതാണ് എൻ്റെ കാറിൻ്റെ പിന്നിലുള്ള കുഞ്ഞ് കഥ. കുഞ്ഞല്ല, ഇച്ചിരി വലിയ കഥയാണ്. കാരണം എനിക്ക് ഹേർട്ടായ കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, എന്തുകൊണ്ട് കാർ എടുക്കാൻ വൈകി എന്നുള്ള റീസൺ. എനിവേ, ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. അമ്മു കാട്ടി എന്ന് കരയുന്ന കൊച്ചിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ അച്ഛൻ ഫുഡ് കഴിക്കുകയാണ്. അച്ഛൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തു. അമ്മ ഇങ്ങനെ ക്ഷീണിച്ച് ടയർഡായിട്ടിരിക്കുകയാണ്. കാറ് വഞ്ചിൻ്റെ ചിലവ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓഫീസിൽ കൊണ്ടുപോകാൻ വേറൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പം എന്നെ കാണിച്ചു തരണോ? എന്നെ കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഗൈസ് ഇച്ചിരി ടയേർഡാണ്. പക്ഷെ കുഴപ്പമില്ല, ഒരു ഹാപ്പി മൂമെൻറ്റ് പ്ലസ് ഒരു സാഡ് മൂമെൻ്റ് അല്ലേ. അപ്പം എനിവേ വി ആർ ഹാപ്പി. പക്ഷെ എന്നാലും ചെറിയ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. അപ്പോൾ ആ വിഷമത്തിൻ്റെ കാരണം നിങ്ങളിപ്പോൾ എന്തായാലും അറിഞ്ഞാണല്ലോ. അതൊക്കെയാണ് കാരണങ്ങൾ. കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമുള്ളൂ. ഇനിയുള്ള 25 ദിവസം ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യും. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ.
അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായതാണ് എൻ്റെ ലൈഫിൽ. അപ്പം ഞാൻ എന്ത് കാര്യം പുതുതായിട്ട് ചെയ്യാൻ പോയാലും എനിക്കവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകും. ഞാൻ UK പുതുതായിട്ട് ഒരു കാർ എടുത്തു, അത് ആക്സിഡൻ്റ് ആയി. UK ഞാൻ എൻ്റെ പുതുതായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഫോൺ, അത് തെഫ്റ്റായി. പിന്നെ ഞാൻ ഇവിടെ ഒക്കെ നാട്ടിലെത്തുമ്പോഴത്തേക്കും എനിക്ക് ആഗ്രഹിച്ച് വന്ന അടുത്ത ദിവസം തന്നെ ഒരു കാർ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതും വഴിയെ പാളീസായി. കാരണം മാർച്ചിൽ എനിക്ക് വേണ്ട കാറിന് ഞാൻ ഡിസംബർ മുതൽ ഞാൻ ആഗ്രഹിച്ച് പ്ലാനിങ് ഒക്കെ തുടങ്ങി, അഡ്വാൻസ് ഒക്കെ കൊടുത്തു, കാർ ബുക്ക് ചെയ്തു. കാർ ഫെബ്രുവരിയിൽ വന്നു. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി സംഭവങ്ങളെല്ലാം തകിടുമറിയുക. പക്ഷെ ഫൈനലി എനിക്ക് ആ കാർ തന്നെ എടുക്കാൻ പറ്റിയതിൽ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇത്രയും ലേറ്റായി പോയി. ഇനി എനിക്ക് 25 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ആ കാർ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുക? ഇത്രയും ദിവസം 2 ആഴ്ച ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. ഒരു പണിയില്ലാണ്ട് ഒരിടത്തും പോകാൻ പറ്റാണ്ട് വെറുതെ ഇരിക്കുക. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. മൂന്നാർ പോകണം, തെങ്കാശി പോകണം, ബോർഡർ ചിക്കൻ കഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ആ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് തകിടുമറിയാനാണ് ഉണ്ടായി. സോ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ എനിക്കിപ്പോൾ കാറ് കയറ്റി ഞങ്ങൾ പൂജിക്കാൻ പോയി, അത് ഇതൊക്കെ ചെയ്തിട്ട് എല്ലാം കൂടെ ചെയ്യാൻ പോവാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരു അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഇത്രയും അലച്ചിലും ഇത്രയും തലപ്രാന്ത് പിടിച്ചൊരു പണി എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് കാറ് വിധിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഞാൻ ഓൾറെഡി ഡിസിഷൻ എടുത്തതാണ്, എനിക്കിനി കാറ് വേണ്ട. ഒരു രീതിയിൽ എനിക്കിനി കാറ് വേണ്ട എന്ന് ഓൾറെഡി ഡിസിഷൻ എടുത്തതാണ്. പക്ഷേ ദൈവം എന്തോ അതെനിക്ക് വിധിച്ചതായിരുന്നു. 2024 ഫസ്റ്റ് ബ്ലാക്ക് സ്വിഫ്റ്റ് എടുക്കാൻ പോകുന്നത് ഞാനാണ് കേരളത്തിൽ. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. എനിവേ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ബൈ ഫ്രം നീരജ.